ഹലോ, എല്ലാ കൂട്ടുകാർക്കും മാളൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് സാധനങ്ങൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സവോളയും ഒരു ചെറിയ കഷ്ണം തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് നല്ലോണം ചൂടാക്കി അതിനകത്ത് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിടുക. അതൊന്ന് പാകമായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് സവോള എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എത്രമാത്രം അവൈലബിൾ ആയിട്ടുണ്ടോ അത്രയും സവോള നന്നായിട്ട് അരിഞ്ഞ് ഇട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ സവോളയൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ്, അതായത് ആവശ്യത്തിന് നമ്മുടെ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ സവോളയാണെങ്കിലും അതുപോലെ ചുവന്നുള്ളിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് മൂത്ത് കിട്ടും. ഓക്കെ, പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോഴേക്കും പെട്ടെന്ന് ഒന്ന് വഴണ്ട് വരും. നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും മസാലപ്പൊടി എടുക്കുക, ഓരോ സ്പൂൺ വെച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അതുപോലെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. ഇത് നമ്മുടെ ഈ സെയിം ചീഞ്ചട്ടിയിൽ തന്നെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒരുപാട് മൂപ്പിച്ചെടുക്കുന്നില്ല, ചെറുതായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആദ്യം മല്ലിപ്പൊടി മസാലപ്പൊടി ഇട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നു. അതിന് ശേഷം നമ്മൾ നമ്മുടെ മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതൊന്ന് മൂത്ത് കളറൊന്നും മാറണ്ട, ജസ്റ്റ് നമുക്ക് ആ ഒരു പച്ചമണം ഒരു കുത്തൽ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിതൊന്ന് നമ്മുടെ സവോളയും വേപ്പിലയിട്ടേക്കുന്ന മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യാം. നമ്മളിനി പ്രത്യേകിച്ച് ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട, ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തതാണ്. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റായ തക്കാളി, ഞാനിവിടെ 1.5 തക്കാളിയാണ് എടുത്തേക്കുന്നത്. 1.5 തക്കാളിയും 1.5 പച്ചമുളകും. ഓക്കെ, അപ്പം എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം, ഒരു ഗ്രേവി ആക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് കൂട്ടിച്ചേർന്ന് എല്ലാത്തിലും ഒന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതുപോലെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ മാക്സിമം. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തേക്കുന്ന അളവിൽ അത്രയും പാടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം പോലെ ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഈ സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ വെന്ത് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങണം. അതാണ് നമ്മുടെ പരുവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാകും, ഒരു ഗ്രേവി പരുവത്തിലായിട്ടുണ്ടാകും. ഈ ടൈമിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക. ഉപ്പ് പാകത്തിനാണോ ഇട്ടേക്കുന്നതെന്ന് നോക്കുക. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇനി ഈ കറിക്ക് നമുക്ക് എന്ത് കൂടെ കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചോറ് നന്നായിട്ട് ചേർന്ന് പോവും, അതുപോലെ പൂരി, ചപ്പാത്തി, പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകും. നമ്മൾ ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന പോലത്തെ ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ റൂമിൽ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരാണ്, സാധനങ്ങളൊക്കെ കുറവാണ് നമ്മുടെ കിച്ചണിൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ കറി നന്നായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അധിക സമയം വേണ്ട, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനും പറ്റും. അപ്പം ഇതാണ് ഇന്നത്തെ റെസിപ്പി. ഞാനപ്പോൾ ഇന്ന് ഈ കറിയുടെ കൂടെ കഴിക്കാൻ പോകുന്നത് പൂരിയാണ്. അപ്പോൾ ഈ പൂരി എന്ന് പറയുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയില്ലേ, ആ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല പഫി ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പൂരിയുടെ കൂടെയാണ് നമ്മൾ ഈ കറി കഴിക്കാൻ പോകുന്നത്. നല്ല എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊന്ന് നോക്കുക. ഞാൻ അടുത്ത വീഡിയോ ഈ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.